ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSലെ അതായത് പരിസര പഠനത്തിലെ 4ാമത്തെ പാഠമായ വൃത്തി നൽകും ശക്തി എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്കായുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാഠം തുടങ്ങുമ്പോൾ അവിടെ ഒരു ഡോക്ടറെയും കുറച്ച് കുട്ടികളെയും എല്ലാം കാണാമല്ലേ. അപ്പോൾ അവിടെ ആ ഡോക്ടർ കുട്ടികളോട് എന്താണ് പറയുന്നത്? ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ. അപ്പോൾ ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ എന്നാണ് ആ ഡോക്ടർ കുട്ടികളോട് ചോദിക്കുന്നത്. ഇതേപ്പറ്റി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കൂ എന്നാണ് ആ ഡോക്ടർ അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അപ്പോൾ സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഡോക്ടർ. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം അലൻ തൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചത് വായിക്കാം. അപ്പോൾ ഡോക്ടറെ ക്ലാസ്സിന് പങ്കെടുത്തതിന് ശേഷം അലന് കുറച്ച് കാര്യങ്ങൾ അവൻ്റെ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കൾ ഉണ്ടാകാം. അപ്പം എന്താണ്, കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈകളിൽ അഴുക്കുകളാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പല രോഗാണുക്കളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അപ്പോൾ എപ്പോഴാണ് രോഗാണുക്കൾ നശിച്ചു പോവുക? സോപ്പിട്ട് നമ്മൾ കൈ കഴുകിയാൽ പിന്നെ രോഗാണുക്കളൊന്നും ഉണ്ടാവില്ല. രോഗാണുക്കളൊക്കെ നശിച്ചു പോകുമല്ലേ. അടുത്തത് നമുക്ക് അവിടെ ഒരു അമ്മയെയും കുട്ടിയെയും കാണാനുണ്ടല്ലേ. അപ്പോൾ അവരെന്താണ് പറയുന്നത്? സ്കൂളിൽ നിന്നും വന്നതല്ലേ, പോയി കൈയും മുഖവും സോപ്പിട്ട് കഴുകൂ എന്നാണ് ആ അമ്മ കുട്ടിയോട് പറയുന്നത്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ നിന്ന് വന്നതാണ്, അവനോട് സോപ്പിട്ട് കൈയും മുഖവും കഴുകാനാണ് അമ്മ പറയുന്നതല്ലേ. അടുത്തത് എന്താണ്? നമുക്കൊരു ടോയ്ലറ്റിലൊരു കുട്ടി നിൽക്കുന്നത് കാണാം അല്ലേ. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അടുത്തത് ചിത്രങ്ങൾ കണ്ടല്ലോ. എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ സോപ്പിട്ട് കൈ കഴുകി വൃത്തിയാക്കേണ്ടത്? അപ്പോൾ നമുക്ക് അവിടെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം, അടുത്തത് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, പിന്നെ നമുക്ക് അവിടെ ഇനിയും എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. അടുത്തത് എന്താണ്? ചുമ, തുമ്മൽ, മൂക്ക് ചീറ്റൽ എന്നിവയ്ക്ക് ശേഷം, മൃഗങ്ങളെയോ അവയുടെ മാലിന്യങ്ങളെയോ സ്പർശിച്ചതിന് ശേഷം, അടുത്തത് രോഗമുള്ള ഒരാളുമായി സമ്പർക്കം പുലർത്തിയ ശേഷം, അടുത്ത പോയിന്റാണ് ഏതെങ്കിലും മാലിന്യ വസ്തുക്കൾ സ്പർശിച്ച ശേഷം, അടുത്തത് മുറിവുകൾ ചികിത്സിക്കുന്നതിന് മുൻപും ശേഷവും, രാസവസ്തുക്കളെയോ ശുചീകരണ ഉൽപ്പന്നങ്ങളെയോ കൈകാര്യം ചെയ്ത ശേഷം. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ കൈകൾ സോപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കേണ്ടത്. അടുത്തത് വൃത്തിയുള്ള കൈകൾ എന്ന ഒരു ഹെഡിങ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിന് താഴെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ. കൂട്ടുകാരുടെ കൈകൾ വൃത്തിയുള്ളതാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മേശപ്പുറത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളോട് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കാൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മേശപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാനും പറയുന്നുണ്ട്. കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. അപ്പോൾ നമ്മളോട് കൈ നന്നായി കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശേഖരിച്ച് ഒരു ബക്കറ്റിലാക്കി വെക്കാനും പറയുന്നുണ്ട്. എല്ലാവരും കൈ കഴുകിയതിന് ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം മാറ്റി വെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കൈ കഴുകിയ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ച മേശപ്പുറത്തുള്ള ഗ്ലാസിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. നമ്മളോട് 2 ഗ്ലാസ്സിലെയും വെള്ളത്തെ താരതമ്യം ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? എന്താണ് കൂട്ടുകാർ കണ്ടെത്തിയത്? കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്? എങ്ങനെയാണ് വൃത്തിയായി കൈ കഴുകേണ്ടത്? കൈ കഴുകലിൻ്റെ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. അപ്പോൾ നമ്മളോട് എങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൈകൾ നനച്ച് സോപ്പ് പതിപ്പിക്കുക. 2, കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക. മൂന്നാമത്തേത് കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. നാലാമത്തേത് നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക.
അഞ്ചാമത്തേതാണ് വിരലുകളും കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. ആറാമത്തേത് ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൈ കഴുകേണ്ടത്. അപ്പം ഇനി മുതൽ കൂട്ടുകാർ കൈ കഴുകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് അവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്, ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അപ്പം ആ കുട്ടിയുടെ കൈ കാണിച്ചു തരുന്നുണ്ട്, വൃത്തിയുള്ള കൈകൾ ഇതാ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആ കുട്ടി നഖം വെട്ടി വൃത്തിയാക്കി എന്നും പറയുന്നുണ്ട് അല്ലേ. കൂട്ടുകാരെല്ലാവരും നഖം വെട്ടി വൃത്തിയാക്കാറുണ്ടോ? കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ നഖം നന്നായി വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നമ്മുടെ നഖത്തിനുള്ളിലുള്ള ചളികളെല്ലാം നഖത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിലെത്താൻ സാധ്യതയുണ്ടല്ലേ. കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്കും വായിക്കാം. അപ്പം എന്താണ് അലൻ ബുക്കിൽ എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. വൃത്തിയില്ലാത്തതോ അഴുക്കു പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അലൻ എന്താണ് എഴുതിയിട്ടുള്ളത്? വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ അതേപോലെ നനഞ്ഞതോ ആയ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് രോഗാണുക്കൾ വരും. അപ്പോൾ എങ്ങനെയുള്ള രോഗാണുക്കളാണ് വരിക? ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അടുത്തത് രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരും. അപ്പം അടുത്തത് എന്താണ് അലൻക്ക് ഡോക്ടർ പറഞ്ഞു കൊടുത്തത്? രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ നന്നായി ബ്രഷ് ചെയ്യണം, എന്നിട്ട് വൃത്തിയാക്കണം എന്ന് പറയുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? പല്ലുകൾക്ക് കേടുവരും എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെ എന്നും രാത്രിയും രാവിലെയും ബ്രഷ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അലൻ തൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? അപ്പോൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? നമുക്കറിയാലോ, നമ്മൾ കൊറോണ സമയത്തൊക്കെ എല്ലായിടത്തും മാസ്ക് ധരിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് നമുക്ക് നോക്കിയാലോ. അലനെ നമുക്കൊന്ന് സഹായിച്ചു നോക്കാം അല്ലേ. നമുക്കുള്ള ജലദോഷം, കൊറോണ തുടങ്ങി വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ധരിക്കാറുണ്ട്. അടുത്തത് എന്താണ്? മറ്റുള്ളവർക്കുള്ള സാംക്രമിക രോഗങ്ങൾ നമുക്ക് പിടിപെടാതെ ഇരിക്കുന്നതിന്. അടുത്തത് പൊടിപടലങ്ങൾ ശ്വസിക്കുന്നത് കുറയ്ക്കുന്നതിന്. അടുത്തതാണ് പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളെ, അതായത് ക്യാൻസർ രോഗികൾ, HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗങ്ങളൊക്കെയുള്ള രോഗികളെ സംരക്ഷിക്കുന്നതിന്. അടുത്തത് അലർജി ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു, പുകയിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും എഴുതണേ. അടുത്തത് വൃത്തിയുള്ള പല്ലുകൾ. അപ്പോൾ എങ്ങനെയാണ് പല്ലുകൾ വൃത്തിയാക്കേണ്ടത്? നല്ല രീതിയിലാണോ നമ്മൾ പല്ല് വൃത്തിയാക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം അല്ലേ. പല്ലുകൾ വൃത്തിയാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പല്ലു തേക്കൽ ശരിയായ രീതിയിലാണോ? ചിത്രം നിരീക്ഷിക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്ന് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തേതാണ് ബ്രഷ് ചെരിച്ചു പിടിക്കുക. അപ്പം നമ്മൾ ആദ്യം ബ്രഷ് ചെരിച്ച് പിടിച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും, കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. അടുത്തതാണ് ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. പല്ലുകളുടെ അകവശവും ബ്രഷ് ചെയ്യുക. അടുത്തത് ലാസ്റ്റത്തേതാണ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും വൃത്തിയാക്കുക. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമ്മൾ നാവും വൃത്തിയാക്കണം. ഇങ്ങനെയാണ് നമ്മൾ വൃത്തിയായി പല്ലു തേക്കേണ്ടത്. പല്ലു തേക്കലിൻ്റെ ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഇത് നമ്മളോടൊന്ന് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കാനാണ് പറയുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്തതാണ് വൃത്തിയുള്ള ശരീരം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയായി കൊണ്ട് നടക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? അപ്പം നിങ്ങളോട് ക്ലാസ്സിൽ നിങ്ങൾ കുളിക്കുന്ന രീതി ഒന്ന് ആംഗ്യത്തോടെ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം.
ഉപയോഗത്തിന് ശേഷം തോർത്തു കഴുകി ഉണക്കി സൂക്ഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് എന്താണ്? കൈ കഴുകൽ, പല്ലു തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ മനസ്സിലായല്ലോ. ശുചിത്വ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പം നമ്മളോട് ഈ പഠിച്ച വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരുമായി ഒന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താം. അപ്പോൾ വ്യക്തി ശുചിത്വം ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും രോഗങ്ങൾ പിടിപെടുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്താൻ വേണ്ടി, രോഗങ്ങളെയെല്ലാം മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. പാർട്ട് 2 വീഡിയോ എത്രയും വേഗം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂട്ടുകാർ പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഭാഗങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.